മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിലയ്ക്കൽ പള്ളിയിൽ ഒരു പ്രഭാഷണത്തിന് പോവേണ്ടായി. അവിടെ അച്ഛന്മാരും കന്യാസ്ത്രീകളും കേരളത്തിലുള്ളവരും പുറത്തുള്ളവരും, കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും ഉണ്ടായി. ഇതൊരു ക്രിസ്ത്യൻസ് സംഘടിപ്പിച്ച എക്കോളജിയെക്കുറിച്ചുള്ള ഒരു സെമിനാറായിരുന്നു. ഇത് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ധാരാളം പേര് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യം വീണ്ടും പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് അറിയപ്പെടുന്ന കുറച്ച് ബുദ്ധിജീവികളും ക്രിസ്ത്യാനികളും ഒരു ചോദ്യം ചോദിച്ചു, ഹിന്ദുക്കളും ചോദിച്ചു. അവർക്കെല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ ചോദ്യത്തിന്, അവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ വിവരണം തരുന്നത്. ഉത്തരമല്ല, വിവരണം തരുന്നത്. നിലയ്ക്കൽ പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തു. എൻ്റെ സബ്ജക്റ്റ് വേദിക് എക്കോളജി എന്നായിരുന്നു. ഞാൻ ഈ വേദത്തിലുള്ള എക്കോളജിക്കൽ പോയിന്റുകൾ കുറേ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വേദമന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ടാണ്. കയ്യിൽ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 1 മണിക്കൂർ ആണ് എനിക്ക് സമയം അനുവദിച്ചിരുന്നതെങ്കിലും 2-3-4 മണിക്കൂർ അത് പോവുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷവും നിൽക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് അവിടുത്തെ ബിഷപ്പും അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ വേളയിൽ അനവധി ചോദ്യം ചോദിച്ചു. ശരിക്കും ആ ചോദ്യങ്ങളൊക്കെ എന്നെ ഒന്ന് ഇരുത്താനുള്ള ചോദ്യമായിരുന്നു. ഇതിൽ ഒരു ചോദ്യം ചോദിച്ചത്, വാരണാസി പ്രദേശത്ത് മതപരിവർത്തനം നടത്തുന്ന, പള്ളി നടത്തുന്ന ഒരു സീനിയർ ആയിട്ടുള്ള അച്ഛനാണ് ചോദിച്ചത്. വളരെ സീനിയർ ആയിട്ടുള്ള അച്ഛനാണ് ചോദിച്ചത്. ഒരു തരത്തിൽ ഭാഷാപ്രയോഗത്തിലും അവിടുത്തെ നേച്ചർ പ്രയോഗത്തിലും വ്യംഗ്യാർത്ഥത്തിലാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ തോന്നലാവാം. ഏതായാലും അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കൾ ഇത്രയും അധികം പൂജിക്കുന്ന ഗംഗാനദി വേദത്തിൽ പോലും ഗംഗയെക്കുറിച്ച് പറയുന്നു എന്ന് സാറ് പറഞ്ഞു. എക്കോളജി പറയുമ്പോൾ ആ ഗംഗ, ഞാൻ എൻ്റെ പ്രവർത്തന മണ്ഡലമായ വാരണാസിയിൽ, കാശിയിൽ എത്ര വൃത്തികേടാണെന്നറിയാമോ, മലിനമാണെന്നറിയാമോ. ഒരു വശത്ത് കൂടെ ഗംഗാ മാതാവാണെന്നും പവിത്ര നദിയാണെന്നും എല്ലാം പറയുക, മറുവശത്ത് കൂടെ അതിനെ അവഹേളിക്കുന്ന വിധത്തിൽ അത്രയും പൊള്യൂഷൻ നിറച്ചു വയ്ക്കുക. ഇത് സാറ് ഇങ്ങനെയാണ് വേദിക് എക്കോളജിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അച്ഛോ എനിക്ക് തോന്നുന്നത് മുഴുവൻ അങ്ങ് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളോടും പറയുന്നു, ഈ അച്ഛന്മാരെ പുരോഹിതന്മാരെന്ന് വിളിക്കല്ലേ. അവർ പുരോഹിതന്മാരെന്നുള്ള വാക്കിന് ഒരിക്കലും യോജിച്ചവരല്ല. വൈദികര്, അത് വേദം പഠിച്ചവരെയാണ് വൈദികരെന്ന് വിളിക്കുന്നത്. ഈ ബൈബിൾ എന്ന കഥാപുസ്തകത്തെ 10,000-2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇസ്രായേലിലെ പ്രാകൃതരായ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ പുസ്തകത്തിന് എങ്ങനെയാ വേദമെന്നും അതിലെ അപ്പുറത്തും ഇപ്പുറത്തു നിന്നും ചിലത് പഠിച്ചവരെ വൈദികരെന്ന വാക്കുപയോഗിക്കുന്നത്? വേദം ഇടത്ത് നിന്ന് വലത്തോട്ടും വലത്ത് നിന്ന് ഇടത്തോട്ടും ബൈഹാർട്ട് ഘനരൂപത്തിൽ ചൊല്ലാൻ സാധിക്കുന്ന, പുസ്തകമില്ലാതെ വേദം പറയാൻ സാധിക്കുന്ന വേദപണ്ഡിതരെയാണ് വൈദികരെന്ന് പറയുന്നത്. ഇതുമാതിരിയുള്ള 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പിഴപ്പിക്കുന്ന രീതിയിലുള്ള അച്ഛന്മാരെ അല്ല വൈദികരെന്ന് പറയുന്നതും പുരോഹിതരെന്ന് പറയുന്നതും. ഹിന്ദുവിൻ്റെ വാക്കുകൾ കടമെടുത്ത് അവഹേളിക്കുന്ന രീതിയിൽ ഇത് പറയല്ലേ, ഞാൻ എല്ലാവരോടും പറയുന്നു. അപ്പോ ഈ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛോ ഒരു കാര്യം ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛൻ പറഞ്ഞല്ലോ ഗംഗാനദി മലിനമാക്കുന്നതിനെ കുറിച്ച് വികാര തീവ്രമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ അച്ഛനോട് വേറൊരു ചോദ്യം ചോദിക്കാം. വളരെ സ്ലോയിൽ AD 273 കുരിശ് ക്രിസ്ത്യാനികളുടെ ചിഹ്നമായിട്ട് ഗ്രീസിൽ നടന്ന സമ്മേളനത്തിൽ സ്വീകരിച്ചത്. AD 465-460 വരെ ക്രിസ്തുമസ് എന്ന പരിപാടിയില്ല. യേശുക്രിസ്തു ജനിച്ചതിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ബൈബിളിൽ ഇല്ല. യേശുക്രിസ്തു ഭാരതത്തിൽ വന്ന് ഹഠയോഗവും മറ്റുള്ളതെല്ലാം പഠിച്ച് 13 വർഷത്തെ അജ്ഞാതവാസം പോലെയുള്ള വാസം കഴിഞ്ഞ് തിരിച്ച് ഇസ്രായേലിൽ വന്ന് അദ്ദേഹം ഭാരതത്തിൽ നിന്ന് പഠിച്ചത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് യേശുക്രിസ്തുവിനെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്.
അപ്പൊ അദ്ദേഹം ജനിച്ചതോ ബാക്കിയുള്ളതോ കാര്യങ്ങളെല്ലാം കെട്ടുകഥ ശ്രീകൃഷ്ണന്റെ കഥയുടെ ഭാഗങ്ങൾ കോപ്പി അടിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോ അതവിടെ ഇരിക്കട്ടെ. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ആ 460-465 ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങി. AD 273 കുരിശ് ക്രിസ്ത്യാനികൾ എന്ന വിഭാഗം അംഗീകരിച്ചു. പക്ഷെ യേശു ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി AD 930 അന്ത്യോക്യ എന്ന് പറയുന്ന ഇറാഖിൽ നിന്ന് വന്ന കാർപ്പന്റർ അല്ല. AD 930 വന്നത് അന്ത്യോക്യയിൽ നിന്ന് വന്നവരാണ്, ആന്റിക്കിൽ വന്നവരാണ്, ഇറാഖിൽ നിന്ന് വന്നവരാണ്. ഇത് യേശു ക്രിസ്തുവിന്റെ കൂടെ ജീവിച്ചിരുന്ന 12 അപ്പോസ്തലന്മാരില് വിശുദ്ധനായ സെന്റ് തോമസ് ഇസ്രായേലിൽ നിന്ന് കുരിശെടുത്തോണ്ട് വന്ന് ആ ഇസ്രായേലിൽ നിന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലൂടെ കടന്ന് ഇറാഖിലൂടെ കടന്ന് ഇറാൻ എന്ന ഇതൊക്കെ മരുഭൂമികളാണ്. ഇറാനിലൂടെ കടന്ന് അഫ്ഗാനിസ്ഥാനിലൂടെ കടന്ന് ഇന്നത്തെ പാകിസ്ഥാനിലൂടെ കടന്ന് പിന്നെ ഇന്ത്യയിലേക്ക് ഹരിയാനയിലേക്ക് കടന്ന് പിന്നെ പഞ്ചാബിലേക്ക് കടന്ന് പിന്നെ ഗുജറാത്തിലേക്ക് അല്ലെങ്കിൽ മധ്യപ്രദേശിലൂടെ കടന്ന് മഹാരാഷ്ട്രയിലൂടെ കടന്ന് പിന്നെ കർണാടകയിലൂടെ കടന്ന് പിന്നെ കേരളത്തിലേക്ക് വന്ന് ഒരു കാരണവശാലും ജനങ്ങളില്ലാതിരുന്ന ഈ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടും കാടായിട്ടുള്ള നിലയ്ക്കലില് ശബരിമല ധർമ്മശാസ്താവിന്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടുപോയിട്ട് സെന്റ് തോമസിന് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന അംഗീകരിക്കാത്ത കുരിശ് പ്രതിഷ്ഠിച്ച് അതില് നിലയ്ക്കല് പള്ളി വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വാദിച്ചല്ലോ. ആ കുരിശ് പവിത്രമാണെന്ന് നിങ്ങൾ വായിച്ചു. യേശു ക്രിസ്തുവിനെ ആണിയടിച്ച് അങ്ങേര് ഏലി ഏലി ലമാ സബക്താനി, ഏലി ഏലി ലമാ സബക്താനി, അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടോ എന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞ മാതിരി കരഞ്ഞത്. അങ്ങേരെ ദൈവം ബലി കൊടുത്തതൊന്നുമല്ല, താനീ തട്ടിപ്പാണത്. ആ കുരിശ് നിങ്ങൾ പോപ്പിലൂടെ പവിത്രമാക്കിയിട്ട് ക്രിസ്ത്യൻസിന്റെ സിംബളും എംബളവുമാക്കി മാറ്റി. അതാണ് പൊൻകുരിശു മുത്തപ്പോ എന്നൊക്കെ പറയുന്നത്. ആ കുരിശിന്റെ ചുറ്റിലും ആരെങ്കിലും പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ മൂത്രമൊഴിച്ചു എന്ന് വിചാരിക്കുക. അച്ഛോ, ഞാൻ അച്ഛനോട് പറയാണ് കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. ആ കുരിശിന്റെ ചുവട്ടിൽ മൂത്രമൊഴിച്ചാല് ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അത് മൂത്രമൊഴിച്ചവന്റെ തെറ്റാണോ, കുരിശ് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന സെന്റ് തോമസിന്റെ തെറ്റാണോ, അല്ല കുരിശ് ഇപ്പോഴും സംരക്ഷിക്കുന്ന നിങ്ങളുടെ തെറ്റാണോ, അല്ല നിലയ്ക്കൽ വാസികളുടെ തെറ്റാണോ, അല്ല യേശുവിന്റെ കൊലക്കയറിനെ അംഗീകരിച്ചവരുടെ തെറ്റാണോ, ആരുടെ തെറ്റാ ഒരാള് കുരിശിന്റെ ചുവട്ടിൽ മൂത്രമൊഴിച്ചാലോ? അപ്പോ ആ അച്ഛൻ എന്താ പറഞ്ഞറിയോ? ഗോപാലകൃഷ്ണൻ സാറൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി, ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാന്ന് പറഞ്ഞു. അപ്പോ ഓർമ്മിക്കുക, നമ്മുടെ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന വിധത്തിൽ അവസരം കിട്ടുമ്പോഴെല്ലാം എല്ലാ ക്രിസ്ത്യാനികളും ഈ പുറത്ത് കാണുന്ന ഈ പടമൊന്നുമല്ല, ഈ മെത്രാൻ തിരുമേനിയുടെയും 100 വർഷം തികഞ്ഞ വ്യക്തിയുടെയും ഇവിടുത്തെ കർദിനാളിന്റെയും ബിഷപ്പിന്റെയും താമരശ്ശേരി ബിഷപ്പും ഒക്കെ ഉള്ളിന്റെ ഉള്ളില് ഹിന്ദുക്കളെ അവഹേളിച്ച് മതം മാറ്റാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ്. പുറത്ത് മാടപ്രാവിന്റെ ശാന്തതയും അകത്ത് അണലിയുടെ ഒക്കെയാണ് എന്നുകൂടി മറക്കരുത്. പക്ഷേ തിരിച്ചു കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇവര് പത്തി മടക്കിയിരിക്കും. പക്ഷെ അടുത്ത ആളുടെ അടുത്ത് അവർ പത്തി നിവർത്തും എന്നുള്ളത് ഉറപ്പാണ്. ഒരു മതത്തിനെതിരെ പറഞ്ഞതല്ല. എന്തെല്ലാം അവർക്ക് സംഭവിച്ചാലും ശരി, അത് രാഷ്ട്രീയത്തിന്റെയും എല്ലാം സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തേണ്ട ഏത് വ്യക്തിയെയും അവർ രക്ഷപ്പെടുത്തും. മതപരിവർത്തനം ചെയ്യൽ ദൈവത്തിന്റെയും ഏകരക്ഷകന്റെയും പാപിയുടെയും എല്ലാം പേരില് അവർ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ഇത് ഹിന്ദുക്കൾ അറിയണം, ഇത് കമ്മ്യൂണിസ്റ്റുകാരറിയണം, ഇത് കോൺഗ്രസ്സുകാരറിയണം. പിന്നെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അറിയണമെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. BJPക്കാരറിയണം, RSSകാരറിയണം. ഈ ഹിന്ദു ധർമ്മത്തെ നിലനിർത്താൻ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലൂടെ പ്രവർത്തിക്കുന്നവരെയും കൂടി അറിയാൻ സാധിക്കട്ടെ.
നിലയ്ക്കൽ പള്ളിയിലുള്ള സംഭവം ഞാനിവിടെ പറയാൻ കാരണം, ഈ വാരണാസിയിലെ ഗംഗാനദിയെക്കുറിച്ചും അതിൻ്റെ പൊല്യൂഷനെക്കുറിച്ചും അത് ശുദ്ധീകരിക്കാൻ ശ്രീ നരേന്ദ്രമോദിയല്ല അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ വന്നാലും സാധിക്കില്ല എന്നൊരു കമൻറ്റിനെ കുറിച്ചും ഞാൻ ചേർത്ത് അങ്ങോട്ട് മറുപടി പറഞ്ഞതാണ്. പ്രണാമം, നമസ്കാരം.